കണ്ടില്ലേ ഞാൻ എൻ്റെ നിത്യവഴുതന വിളവെടുക്കുന്നത് എന്ത് രസമാണെന്നറിയാം. നമ്മളിങ്ങനെ നട്ടുണ്ടാക്കിയ നിത്യവഴുതന ഇങ്ങനെ വിളവെടുക്കാൻ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം അങ്ങോട്ട് പുറത്തിറങ്ങിയാൽ മതിയല്ലോ. പുറത്തിറങ്ങി ഇങ്ങനെ കണ്ടോ, ഇതൊരു ടേസ്റ്റ് അതെന്നറിയോ. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസി. അതിന് നിലത്ത് തന്നെ നട്ടോളന്നൊന്നുമില്ല. എന്താ അടിപൊളിയാ. ഇങ്ങനെ കയറിപ്പോവാൻ ഒരു പന്തൽ മതി. ഇനി വരി നമ്മളിത് എങ്ങനെയാണ് നടുക എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. നിലത്ത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം നടാൻ പോകുന്നത് കുപ്പിയിൽ നട്ടാലും മതി. പടർക്കാൻ ഇങ്ങനെ പടർന്ന് പോകുമ്പോൾ ഇവർക്ക് വള്ളിയാണ്. ഇത് വള്ളിച്ചെടിയാണല്ലോ. നല്ല വള്ളിയായിട്ട് ഇങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ വരി ഞാൻ കാണിച്ചു തരത് നടുന്നത്. ഞാൻ നടാൻ ഉദ്ദേശിച്ചെങ്കിൽ ചിരിക്കൂ. ഏതിലാണെന്നറിയാം? കുപ്പിയിലാണ്. ഇതിന് കുറേ വേരൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലം നിൽക്കില്ല. ഇത് ഒരു 2-3 മാസം ഒരു ചെടി നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പോവും. അപ്പം ഞാൻ ഇതാ നിത്യവഴുതനൻ്റെ കാണിച്ചല്ലോ. എന്ത് രസം അതുണ്ട്. ഇതെല്ലാവരും ചോദിക്കൂ, ഇത് എങ്ങനെയാണ് നമ്മൾ ഉപ്പേരി വെക്കുക, ഇത് മൊത്തം എടുക്കാവോ എന്ന്. മൂപ്പെത്താത്ത ഇത് മൊത്തരിയ കേട്ടോ. ഇത് മൊത്തരിയ. മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇതാ ഇതിപ്പോൾ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നതാ. ഇതിപ്പോൾ മൂപ്പ് എത്തിയതാ. ഇത് ചുരുങ്ങി പോയി. ഇത് കറുത്ത്. ഈ കറുത്തത് എന്താ അറിയോ? ഈ കറുത്തത് പൊളിച്ച് നോക്കിയാൽ കാണാം. ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇതാ ഒന്നിൽ 4 വിത്ത് ഉണ്ടാവും. 4 വിത്ത് ഒന്നിൽ കണ്ടോ. ഈ ഒന്നിൽ 4 വിത്ത്. ഈ വിത്ത് അങ്ങ് നട്ടാൽ മതി, പെട്ടെന്ന് മുളക്കും. പയറ് പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇത് അങ്ങനെ മുളച്ച് കഴിഞ്ഞ് അങ്ങ് പടർത്തി കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച മുതൽ കായ്ക്കാൻ തുടങ്ങും. ഇത് നോക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ പറിച്ചെടുത്താൽ മതിയല്ലോ. ധാരാളം വിറ്റാമിനൊക്കെ ഉള്ളതാണ് ഇത്. അപ്പം നമുക്ക് സ്ഥലമില്ലാത്തവർക്കും നടാൻ പറ്റിയ ഒന്നാണ് കുപ്പിയിൽ നടുക. അതാണ് ഞാൻ കുപ്പിയിൽ കാണിക്കുന്നത്. ഇത്രേ വേണ്ടൂ. ഒരു 3 മാസമൊക്കെ വില വേണ്ട. അപ്പോഴത്തേക്ക് കുപ്പിൻ്റെ ഇതെല്ലാം കഴിയും. ആ മണ്ണെല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ കുപ്പിയിൽ ഒരു ഒലിച്ചു പോകാതിരിക്കാൻ ചകിരി വെക്കട്ടെ. ഇത് എൻ്റെ ബെഡ് പൊളിച്ച് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നിസ്സാരമാക്കി തോന്നും. ഇത് ഭയങ്കര ഉപകാരമുള്ളതാണ്. അത് എനിക്കിട്ട് എത്ര ആയി ഞാൻ ഉപയോഗിക്കുന്നു. ഇതങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് പോട്ടി മിക്സ് ഒന്നും ഒലിച്ച് പോരാ. ഉണ്ടെങ്കിൽ തന്നെ ആ വെള്ളം മാത്രമേ പോവുള്ളൂ. പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സ് ഒലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഹോൾസ് അടഞ്ഞു പോയാൽ നമുക്ക് പിന്നെ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്നാൽ നമ്മളെ ഈ ചെടീൻ്റെ വേരൊക്കെ ചീഞ്ഞു പോരും. നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അപ്പം എന്തായാലും ഹോൾസിൻ്റെ മേലെ ഒരു ചകിരിടുന്നത് നിർബന്ധമാണ്. പല ഉപകാരമുണ്ട്. ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇതെൻ്റെ ചകിരിച്ചോറ് ഇതെൻ്റെ പോട്ടി മിക്സ് കരിയില കമ്പോസ്റ്റും എല്ലാം കൂടെ കൂടിയതാ. ഞാൻ കുറച്ച് അതും ഇടാം. എല്ലാം ചേർന്നതാണത്. ഇനി ഞാൻ കുറച്ച് അടുത്തത് ശീമക്കൊന്ന ഞാൻ വേരിമെന്ന് ഇങ്ങോട്ട് വെട്ടിയെടുത്തത്. അവിടെ വരുന്നവർക്കൊക്കെ ശീമക്കൊന്ന എവിടെയുള്ളതെന്ന് ശരിക്കും അറിയാം. ശീമക്കൊന്ന ഇങ്ങനെ തളിര് ഇങ്ങോട്ട് വെട്ടിയെടുത്താണ്ടല്ലോ, ഒരു തളിര് വെട്ടിയാൽ 4 തളിര് ചുറ്റുമുണ്ടാവും. നല്ല ശക്തിയിലുണ്ടാവും. ഇത് നല്ലൊരു ജൈവവളമാണ്. ചാണകം പോലും തോറ്റുപോകും. പിന്നെ അത് മാത്രമല്ല, നമ്മളിട്ട മണ്ണില്ലേ, അത് പാറ പോലെ ഉറക്കൂല. ഇടയ്ക്കിടയ്ക്ക് ഇതിട്ട് കൊടുത്താൽ ഒരു സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സോഫ്റ്റുള്ള ഇതിൽ നടുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല വേരോട്ടം ഉണ്ടാവും. വേരോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കാൻ വേരുകൾക്ക് നല്ല എളുപ്പമാണ്. അങ്ങനെ വലിച്ചെടുത്താൽ പെട്ടെന്ന് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കും. ചെടികൾക്ക് എത്തിച്ചു കൊടുത്താലോ നന്നായിട്ട് ഉഷാറിൽ ഇങ്ങോട്ടേക്ക് വളരും. വളർന്നു കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കരിയിലേന് സാധാരണ ഇടുക. കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ. ഇപ്പോൾ ഇതിൽ ധാരാളം നൈട്രജൻ ഉണ്ട്. ഇപ്പോൾ ഈ നൈട്രജൻ എന്തിനാന്നുള്ള ചിലർക്ക് സംശയം ഉണ്ടാവും. നൈട്രജൻ ഉണ്ടായിക്കഴിഞ്ഞ് ചെടികൾക്ക് നന്നായിട്ട് വളരാനും വേരുകൾക്ക് ബലം കിട്ടാനും പച്ചപ്പ് നിലനിർത്താനും എല്ലാം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ വേര് ചീഞ്ഞു പോവില്ല ഈ നൈട്രജൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ. അതിന് ഫസ്റ്റാണ് നമ്മളെ ശീമക്കൊന്ന. നട്ട് വെറുതെ ഒരു കമ്പ് കൊണ്ടുപോയാൽ നട്ടു നോക്കി.
ഒരു കമ്പ് കൊണ്ടുപോയിട്ട് ഇപ്പം അതിൻ്റെ ടൈമാണ് ഒരിടക്ക് മഴ കിട്ടുന്ന സമയമല്ലേ ആ സമയത്താണ് നടാൻ നല്ലത്. പിന്നെ അങ്ങോട്ട് ഉണ്ടാവല് ഹൈറ്റ് വെപ്പിക്കാണ്ട് നിന്നാൽ മതി. ഒന്ന് അമർത്തട്ടെ കേട്ടോ, നമുക്ക് മാക്സിമം കൊള്ളിക്കാം. ഇനി ഞാൻ നിത്യവഴുതനൻ്റെ വിത്ത് നടാൻ പോകുന്നത്. ഈ വിത്ത് അല്ല കേട്ടോ നടുന്നത്, ഞാൻ മുളപ്പിച്ചിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ വേറെ എടുത്തിട്ട് വരട്ടെ. ഇതാ എൻ്റെ തൈ വലിപ്പം കൂടിപ്പോയി. ഇതെല്ലാം കൂടെ നടുമ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഈ പ്ലാവിൻ്റെ ഇലയിലേക്ക് മുളപ്പിച്ചത്. എന്താ വേര് കണ്ടോ, പുറത്തേക്ക് ചാടി, വേര് ചാടി നോക്ക്, വള്ളി ആയി കഴിഞ്ഞു. യാ ഇതിൻ്റെ വലിപ്പം. പിന്നെ ഈ നിത്യവഴുതനൻ്റെ ഇലക്കില്ലേ ഇങ്ങനെ ഒരു ഷേപ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഒരു വെട്ട് കൊണ്ട പോലെയാ ആദ്യത്തേന്. രണ്ടാമത്തേന് കുഴപ്പമില്ല, രണ്ടാമത്തെ സാധാ പോലെയാ. ആദ്യം വിരിയുന്ന ഇലക്ക് ഇതാണ് അതിൻ്റെ മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേകത. ആദ്യത്തെ ഇലക്ക് ഇങ്ങനെ ഒരു വെട്ട് കൊണ്ട പോലെയാ അങ്ങനെ. അപ്പോൾ ഓണല്ലേ വരാൻ പോകുന്നത്. ഓണാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ വിളവെടുക്കണം, ഇപ്പം തന്നെ തുടങ്ങണോ? എല്ലാവരും തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരിനെ. മത്തനി, കുമ്പളങ്ങ, നിത്യവഴുതന, പിന്നെ വെള്ളരി ഒക്കെ ഇപ്പം നട്ടാൽ ഓണാകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് വിളവെടുക്കാം. അങ്ങനെ ഞാൻ ഇത് നടാൻ പോകട്ടെ. ഞാനിത് പ്ലാവിൻ്റെ ഇലയിലേക്ക് വിത്ത് മുളപ്പിച്ചിരിക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ അനങ്ങണ്ട, ഇത് ഇതേപോലെ കൊണ്ടുപോയി നട്ട് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിക്കോളും. നല്ലൊരു വളമാണല്ലോ. അപ്പം വേര് വന്നും ചെയ്ത് നല്ല വലുപ്പം വെച്ച് ഞാൻ നടട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. അതിങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ചുറ്റും എൻ്റെ കരിയില കമ്പോസ്റ്റൊക്കെ വരെ ധാരാളം ഇത് വരാനൊക്കെ. ഈ കരിയില കമ്പോസ്റ്റ് ചാക്കിൽ കുത്തി കുത്തി അമർന്നിട്ട് കട്ട പിടിച്ചു. ഇനി മണ്ണങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഈ കമ്പോസ്റ്റ് പെട്ടെന്ന് ആയിക്കോളൂ. പിന്നെ പ്ലാവിൻ്റെ ഇല മണ്ണിൻ്റെ അടിയിലായാൽ, മണ്ണിൻ്റെ അടിയിൽ ഇപ്പം ആക്കാവും. വിത്ത് മുളപ്പിക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിലാക്കരുത്, അപ്പോൾ ചീഞ്ഞു പോവും. ഇത്ര പണിയുള്ളൂ. അപ്പം നമുക്ക് ഇത് കഴിയുന്നത് നമുക്ക് നറുക്കുക. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ അമരും, ഒന്ന് ഇരിക്കൂ. അപ്പം നമുക്ക് വീണ്ടും ഇടാം. സൂപ്പർ തന്നെ. ഇതിപ്പോൾ ഒരാഴ്ചനുള്ളിൽ പൂവിടാൻ തുടങ്ങും കേട്ടോ. ഓണാകുമ്പോൾ നമുക്കെല്ലാം, നിങ്ങൾ നട്ടവരൊക്കെ എന്നോട് കമൻറ്റ് ചെയ്യണേ ഓണാകുമ്പോഴത്തേക്ക് എന്തെല്ലാം നട്ടു എന്നുള്ളത്. ഞാൻ നട്ടത് ഓരോന്നോരോന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചതാണ് ഞാൻ നട്ടത്. നിങ്ങൾ നട്ടത് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഓണാകുമ്പോഴത്തേക്ക് ഇന്നതൊക്കെ നട്ടു എന്നുള്ളത്. ഞാൻ പയർ കുറേ നട്ടു. പയർ, വെള്ളരി നടാൻ ഞാനിപ്പം വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങ് തൂക്കും. എന്നിട്ട് ഇതിന് പടരാനൊരു സൗകര്യം ചെയ്താൽ മതി. മണ്ണ് ഇത്ര മതി, ധാരാളം. എല്ലാവരും ചോദിക്കും ഇത്ര മതിയോ മണ്ണ് ഇത്ര മതി. ഞാൻ നനക്കട്ടെ കേട്ടോ. നനച്ചിട്ട് നമുക്ക് കുത്തി കൊടുക്കാം. ഞാൻ വേറെ ഒന്നിനും കൂടെ നടുക. എനിക്കിഷ്ടം പോലെ തൂക്കിയിടാൻ സൗകര്യമുണ്ട്. അപ്പം ഞാൻ വേറെ ഒരു കുപ്പിയും കൂടി, ഇത്ര വലിയ കുപ്പി മതി. അതൊക്കെ കുപ്പിയെ ഇവിടുന്ന കിട്ടുകയെന്ന് ചോദിച്ചാൽ റോട്ടുമൊന്ന് കിട്ടൂ, ഇഷ്ടം പോലെ കിട്ടും. നമുക്കിതൊന്ന് അങ്ങോട്ട് പോക്കിക്കണം. ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. ഹോൾസ് ഉണ്ടാക്കണ്ട. ഇതാ ഇവിടെ 2 ഹോൾസ് ഇങ്ങനെ തൂക്കാൻ ഞാൻ ഇവിടെ വെച്ചതാണ്. രണ്ടാമത്തെ ഇതിങ്ങനെ ഇട്ട് അടുത്ത ഒന്നും കൂടി ഞാൻ നടുക കേട്ടോ. കുറേ നടാം, 2 എണ്ണങ്ങളെ കാണിക്കുക. അതും ഇങ്ങനെ തന്നെയാണ്. പ്ലാവിൻ്റെ ഇലയിൽ മുളപ്പിച്ച് ആളാക്കി എടുത്തുന്ന സമയമാകുമ്പോൾ നമുക്ക് നട്ടാൽ മതി. ഒക്കെ വേര് പുറത്തേക്ക് ചാടി. അപ്പോൾ നമ്മൾ പിന്നെ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലാവിൻ്റെ ഇലയിലാണെങ്കിൽ പ്ലാവിൻ്റെ ഇലേൻ്റെ ഇത്ര വരെ മണ്ണിൽ കുത്താവും. മൊത്തം കുത്തരുത്, അപ്പോൾ അത് കമ്പോസ്റ്റ് ആയി പോവും, വേഗം ചീഞ്ഞു. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് അത് ഉണങ്ങിയിട്ട് നടന്ന് നിൽക്കും, ഉള്ളിൽ നനവും ഉണ്ടാവും. അപ്പം കണ്ടോ എന്താ ഉഷാർ. ഇങ്ങനത്തെ നിങ്ങൾ നഴ്സറി പോയി ചോദിച്ചു നോക്കി, ഭയങ്കര വിലയാ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, വിത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. രണ്ടാമത്തെ നടട്ടെ. ഉഷാറായിട്ടുണ്ടാവട്ടെ. ഞാൻ നട്ട അതുപോലെ നടുന്ന കുറേ പ്രിയപ്പെട്ടവർ എനിക്കുണ്ട്.
എൻ്റെ കൃഷി കുറേ പേര് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാണ്. എല്ലാവരും മുറ്റടിച്ച് വരിക. ഇപ്പം ആരും ചപ്പ് ചാടുന്നില്ല. ഇത് ചുറ്റും നമ്മളെ നട്ട് കഴിഞ്ഞാൽ ആ പ്ലാവിൻ്റെ ഇലല്ലേ അത് മണ്ണിൻ്റെ അടിയിലായി പോകണം, എന്നാലേ അത് പെട്ടെന്ന് ചെയ്യുള്ളൂ. ഇടയ്ക്കൊക്കെ ഒരു സോഫ്റ്റ് കിട്ടാൻ കുപ്പിയിലായാലും പാറ പോലെ ഉറക്കൂ മണ്ണ്. അപ്പോൾ ഇടയ്ക്കൊരു സോഫ്റ്റൊക്കെ കിട്ടാൻ ഇങ്ങനെ അങ്ങ് ചെയ്യാം. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ഈ രണ്ട് വള്ളി ഉഷാറായ നമുക്ക് മതി. നമുക്ക് ധാരാളം നിത്യവഴുതന കിട്ടും. ഇതാ മതി നമ്മൾ ഒരു ഉപ്പേരിക്ക്. ചക്ക വെക്കുമ്പോൾ ആരും വെക്കൂരല്ലോ ഉപ്പേരികൾ. കുറേ പേര് എൻ്റെ പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് എൻ്റെ ചാനലിലാണ് പോലും നിത്യവഴുതന കാണുന്നത്. അത് എനിക്ക് വന്നിട്ട് എൻ്റെ നിത്യവഴുതനൻ്റെ ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ വിളവെടുക്കുന്നത് നിങ്ങളെ കാണിക്കല്ലോ. അങ്ങനെ കണ്ടിട്ട് കുറേ പേര് പോയോലെ നഴ്സറിയിൽ. നിന്നിട്ടൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് എന്നോട് പറയലുണ്ട്. പക്ഷെ അത് കിട്ടായികല്ലോ. ഞാൻ നഴ്സറിയിൽ നിന്ന് പണ്ട് വാങ്ങിയിരുന്നു. ഇനി വയനാട്ടിലാണോ ഇതുള്ളത്? ഇതാ നട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നനക്കട്ടെ കേട്ടോ. ഞാൻ നനച്ച് കാണിച്ചു തരാം. ഫസ്റ്റിൽ നട്ട ആളെയാണല്ലോ ഫസ്റ്റിൽ നനക്കേണ്ടത്. ഇപ്പം നോക്ക് വള്ളിയായി പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എവിടെയാണ് കുളത്തു നിന്നൊക്കെ കാണിച്ചു തരാം. മണ്ണൊക്കെ കുത്തി നിറക്കുക. നമുക്കിത് ഊരി എടുക്കുകയും ചെയ്യാലോ. ഇനി വരി നമുക്ക് കൊളത്താലോ. വരി. ഇത് നടുമ്പോൾ തന്നെ സമയം തെറ്റിപ്പോയി. വള്ളി ഇങ്ങനെ ആയിപ്പോയി. ഇപ്പം ആ വള്ളിക്ക് അടിയിൽ ഒരു ചെരിഞ്ഞിട്ടത് കുപ്പിൻ്റെ വക്ക് കൊണ്ടിട്ടേ ഒടിഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ശീമക്കൊന്നൻ്റെ കമ്പൗണ്ട് ഇങ്ങനെ കുത്തിയിട്ടൊന്ന് കെട്ടിക്കൊടുത്താ. ഇനി പേടിക്കണ്ടല്ലോ. ഇനി അവർ ഉഷാറായിട്ടുണ്ടായിക്കോളൂ. ഇനി വരി നമുക്ക് നനയും കഴിഞ്ഞു. പോട്ടി മിക്സ് ഇട്ട് വെള്ളേണ്ടതൊക്കെ ഇട്ട് ഇനി നമുക്ക് നനച്ചാൽ മാത്രം മതി. ഇനി ഞാനിത് എവിടെ കൊളുത്തി വെക്കുന്നത് കാണിച്ചു തരാം. വരും. ഞാനിനി കൊളുത്താൻ പോകും കേട്ടോ. കൊളുത്താനുള്ള സൗകര്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി ഈ വള്ളിമേലേക്ക് ഇത് അങ്ങ് പോയിക്കോളും. ഇനി അടുത്ത് ഞാൻ എൻ്റെ പയറ് കുപ്പിയിൽ നട്ടതിൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആകെ ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ. നോക്ക് പയറിൻ്റെ ഇലായത് 2 ഇല 3 ഇല വള്ളി മേലോട്ട് കയറുന്ന കണ്ടോ. ഇത് കണ്ടോ, നല്ല വീതിയിൽ ഒക്കെ ഞാൻ നെറ്റിലേക്ക് പിടിച്ച് കയറിക്കൂളും. നമുക്ക് ഇങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് താഴോട്ട് ഇങ്ങനെ നീളം. ഇത് ഭയങ്കര മീറ്റർ പയറാ. അപ്പോൾ അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഞാൻ എന്നിട്ട് എനിക്ക് ലാഡർ ഉണ്ടല്ലോ, സൂപ്പറായിട്ട് ലാഡറിൽ കയറി പറിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്നാട്ടോ. കാരണം കുറേ പേർക്ക് സ്ഥലമില്ല. ഇപ്പോൾ സ്ഥലമില്ല. പിന്നെ കുറേ പേര് കോഴികളെ വളർത്തുന്നത് കൊണ്ട് കോഴികൾ വല്ലാണ്ട് കൊത്തി തിന്നാന്ന് പറയുക. അതിനൊക്കെ ഒരു പരിഹാരമാണ്. സ്ഥലമില്ലാത്തവർക്ക് കോഴികൾ വല്ലാണ്ടുണ്ടെങ്കിൽ ഏതെങ്കിലും, ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ സൗകര്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പുമേലേക്ക് പിടിച്ച് കെട്ടിക്കൊടുത്താൽ മതി. കുപ്പിയിലാക്കിയിട്ട് ആ മരത്തിലൂടെ കയറുകയും ചെയ്തോളും. കോഴികൾ കൊത്തിയില്ല. നല്ല സൗകര്യമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ കയറി ഉഷാറിൽ പോകുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും കാണിക്കും ഇൻഷാ അല്ലാഹ്. കാരണം എന്താ പറയുക, ഇങ്ങനെ നമുക്ക് നടാന്നുള്ളവർ എല്ലാവരും നട്ടുപിടിപ്പിക്കട്ടെ. കേരളത്തിലെല്ലാവരും വിഷരഹിത പച്ചക്കറി മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുപ്പി എവിടുന്ന് കിട്ടുന്ന സംശയമേ വേണ്ട. ഒന്ന് റോട്ടുമേലൂടെ എങ്ങനെ നടന്നാൽ മതി. വലിച്ചട്ടെറി. വേനൽക്കാലാണല്ലോ, എല്ലാവരും വെള്ളം കുടിക്കുന്നവരാ. കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി പിന്നെ വേണ്ട, വേസ്റ്റാണ്. വലിച്ചട്ടെറി. ആ എറിഞ്ഞതാണ് ഞാൻ പെറുക്കി കൊണ്ടുവരും. ഇതൊക്കെ അങ്ങനെ എന്ത് ഉഷാററിയോ. ഇത് നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് ഇത് നട്ടത്. അപ്പോൾ എനിക്കെല്ലാം കൂടി ഒന്നും നടാൻ എന്നോട് കഴിയൂല. ഒഴിവ് കിട്ടുമ്പോൾ അല്ലേ ഈ നടുന്നത്. അപ്പോൾ ഇത് ആളായി വരുന്നേ ഉള്ളൂ. ഇതിന് വ്യത്യാസം കണ്ടോ. ഇത് കുറച്ച് നേരത്തെ നട്ടതാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. കുപ്പിയിൽ നിത്യവഴുതന, കുപ്പിയിൽ മത്തന്, കുപ്പിയിൽ പയറ് എങ്ങനെ നട്ടാലും ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് പോട്ടി മിക്സ് നിറച്ചാൽ മതി. വെയിൽ കിട്ടിയാൽ മതി. പടർന്നു പോകാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുത്താലും മതി. സൂപ്പറായിട്ടുണ്ടാവും. അത് നിങ്ങൾക്കൊരു പ്രചോദനമായിക്കോട്ടെ, നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിശദമായിട്ട് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ.
ബൈ ബൈ എല്ലാവരോടും അസ്സലാമു അലൈക്കും.